ഈശോയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? സന്തോഷത്തോടു കൂടി ഇരിക്കുക. മക്കളെ, ഒരു നിമിഷം നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ആയിരുന്നു കൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, ഏത് കാര്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കും, വിശുദ്ധീകരിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നല്ല ഈശോയെ, ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ അറിയുവാനും അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയുടെ മക്കളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കില്ലേ? സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇന്ന് നമ്മൾ 3-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ബൈബിളും ഒരു പേനയൊക്കെ അടുത്തന്നെ കരുതി വയ്ക്കണം കേട്ടോ. നമ്മളിത് പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ പാഠം തുറന്ന എല്ലാവരും നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു പോയ 2 പാഠങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് ഓർത്ത് വെക്കാം. നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒന്ന് പറയാവോ? പെൺകുട്ടികൾ ഇത് റെഡിയാണ്. ഏഞ്ചൽ ഇത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഏഞ്ചൽ ഒന്ന് പറഞ്ഞ് 1-ാമത്തെ പാഠത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഈശോയുടെ തിരുപ്പിറയും കുറിച്ച് നമ്മൾ പഠിച്ചത്. മിടുക്കി ഇരിക്കും. ഇനി 2-ാമത്തെ പാഠത്തിൽ എന്താ പഠിച്ചതെന്ന് ആൺകുട്ടികൾ ആരെങ്കിലും പറയും. ജോയൽ റെഡിയാണ്. ജോയൽ ഒന്ന് പറഞ്ഞേ, 2-ാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ച്? ഈശോയുടെ ജ്ഞാനസ്ഥാനത്തെക്കുറിച്ചും മാമോദിസയെക്കുറിച്ചും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ 3-ാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഈശോ അതിജീവിച്ച പ്രലോഭനങ്ങളെക്കുറിച്ച്. അതോടൊപ്പം തന്നെ 1-ാമത്തെ പാഠം മുതൽ 15 പാഠം നമ്മൾ പഠിക്കുമ്പോൾ ആരാധനാക്രമ വത്സരത്തിലെ 9 കാലങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ 1-ാമത്തെ പാഠത്തിൽ 2 കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? തെരേസ റെഡിയാണ്. തെരേസെ, 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച 2 കാലങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ്. 1-ാമത്തെ മംഗളവാർത്തക്കാലം, പിന്നെ പിറവിക്കാലം. 2-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് 3-ാമത്തെ കാലത്തെക്കുറിച്ച്. ഏത് കാലം? ആൺകുട്ടികൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇത് റെഡിയാണ്. ഷോബി പറയേ. 2-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് 3-ാമത്തെ കാലമായ ദനഹകാലത്തെക്കുറിച്ചാണ് അല്ലേ? ഇനി നമ്മൾ 3-ാമത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പഠിക്കുക 4-ാമത്തെ കാലമായ നോമ്പ് കാലത്തെക്കുറിച്ച്. പുസ്തകം ഒന്നും എടുത്തേ, എല്ലാവരും പുസ്തകം നിവർത്തി മേടിച്ച്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ആദ്യം വിചിന്തനം ചെയ്യുന്നത്. യേശു അതിജീവിച്ച പ്രലോഭനങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിയേ. ദൈവത്തിൻ്റെ പുത്രനായിരുന്ന ഈശോയ്ക്ക് പോലും പ്രലോഭനം ഉണ്ടായി. അപ്പോൾ നമുക്കൊക്കെ എന്തുമാത്രം പ്രലോഭനങ്ങളാണ് ജീവിതത്തിലുണ്ടാകുന്നത്. ഏതൊക്കെ തരത്തിലാണ് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നമ്മൾ ആദിമ മാതാപിതാക്കളിലേക്കൊന്ന് കടന്നതെല്ലാം ആദത്തിനുണ്ടായി ഇതുപോലൊരു വലിയ പ്രലോഭനം. അങ്ങനെ ഈ പ്രലോഭനത്തിൽ അകപ്പെട്ട ഹവ്വ പാപം ചെയ്തു. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ ആദിമ മാതാപിതാക്കളിലൂടെ ഒക്കെ കടന്നു വരുന്നുണ്ട്. ഈശോയ്ക്ക് വരെ പ്രലോഭനം ഉണ്ടായി. നോക്കുക, ഈശോ 3 തരത്തിലാണ് പ്രലോഭനത്തിന് വിധേയമാകുന്നത്. അതിൽ 1-ാമത്തെ പ്രലോഭനം നോക്കുക. ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. തിരുവചനം പറയാണ്, ഈശോ 40 ദിവസം ഉപവസിക്കുകയും ചെയ്തു, ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഈശോയ്ക്ക് വിശന്നു. തക്കം നോക്കിയിരിക്കുക സാത്താൻ. ഈശോയുടെ ഈ വിശപ്പിനെ സാത്താൻ കണ്ടെത്തി. ഉടനെ സാത്താൻ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളെ അപ്പമാക്കാനായിട്ട് പറയുക. ഒരു വലിയ പരീക്ഷണമാണ്.
ഈ വലിയ പ്രലോഭനത്തെ ഈശോ നേരിടുന്നത് ദൈവവചനം കൊണ്ടാണ്. ഈശോ പറയാണ്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിൽ പരാജയപ്പെട്ട പിശാച് ഈശോയെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുക. തിരുവചനത്തിൽ പറയുക, അതിവിശുദ്ധ സ്ഥലമാണ് ജെറുസലേം. ഈ ജെറുസലേം ദേവാലയത്തിലെ ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ഈശോയോട് പറയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. പിശാചിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഈശോയോട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. ഉടനെ ഈശോ ഇതിനെയും ദൈവവചനം കൊണ്ട് പരാജയപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെയും പരാജയപ്പെട്ട സാത്താൻ, പിശാച് ഈശോയെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകുക. അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഈശോയോട് പറയാണ്, ഇതിലെ എല്ലാ രാജ്യങ്ങളും നിനക്ക് ഞാൻ തരാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, എന്നെ സാഷ്ടാംഗം പ്രണമിച്ച് കുമ്പിട്ട് ആരാധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ പ്രലോഭനത്തെയും ഈശോ അതിജീവിച്ച് ദൈവവചനം കൊണ്ടാണ്. ഈശോ സാത്താനോട് പറഞ്ഞു, സാത്താനെ ദൂരെ പോകുക, നിന്റെ ദൈവമായി കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ഉടനെ സാത്താൻ, പിശാച് ഈശോയെ വിട്ടുപോയി. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ഒത്തിരി പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈശോ ഈ 3 പ്രലോഭനത്തിൽ ഈശോ പ്രലോഭിക്കപ്പെട്ടത് 3 തരത്തിൽ. അതിൽ ഒന്നാമത്തെ എന്നിട്ടാ സുഖലോലുപതയ്ക്ക് വേണ്ടി പ്രലോഭനം ഉണ്ടായി. രണ്ടാമത്തേത് അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനം ഉണ്ടായി. മൂന്നാമത്തേത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പ്രലോഭനം ഉണ്ടായി. ഈ പ്രലോഭനങ്ങളെല്ലാം ഈശോ അതിജീവിച്ചത് ദൈവവചനം കൊണ്ടാണ്. മക്കളെ, നിങ്ങൾക്ക് വിശുദ്ധരുടെ കഥയൊക്കെ ഇഷ്ടമാണോ? എന്നാൽ മാഷ് 2 വിശുദ്ധരെ കുറിച്ച് കൂടി പറയാം. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു വിശുദ്ധയാണ് 11ാമത്തെ വയസ്സിലെ രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ മരിയ ഗൊരോത്തി. മരിയ ഗൊരോത്തിയുടെ ജീവിതത്തിൽ ശുദ്ധതയ്ക്കെതിരായ വലിയ ഒരു പ്രലോഭനം ഉണ്ടായി. ഈ പ്രലോഭനത്തെ അതിജീവിച്ചത് അവളുടെ ജീവൻ കൊടുത്തുകൊണ്ടാണ്, രക്തസാക്ഷി ചെയ്തുകൊണ്ടാണ്. ശുദ്ധതയ്ക്കെതിരായ വലിയൊരു പ്രലോഭനം അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായപ്പോൾ ഈ വിശുദ്ധ അലക്സാണ്ടറിനോട് പറഞ്ഞു, എൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയാൽ പോലും ഞാൻ പാപം ചെയ്യുകയില്ല. അങ്ങനെ രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരോത്തി. ഇനി മറ്റൊരു വിശുദ്ധയാണ് ലീമായിലെ വിശുദ്ധ റോസ. റോസ പുണ്യവതി അതീവ സുന്ദരിയായിരുന്നു. അവളുടെ ഏറ്റവും ഭംഗി അവളുടെ മനോഹരമായ മുടിയായിരുന്നു. ഈ മുടി ഒരിക്കൽ അനിയനുമായിട്ട് വഴക്കിട്ടപ്പോൾ അനിയൻ ചേറുവാരി തലയിലേക്ക് എറിഞ്ഞു. റോസാ പുണ്യവതിക്ക് ഭയങ്കര ദേഷ്യം വന്നു. റോസാ പുണ്യവതി അനിയൻ അടിക്കാൻ വന്നപ്പോൾ അനിയൻ പറയാണ്, ചേച്ചിയുടെ മുടി നരകത്തിലേക്കുള്ള നാരകീയ ചരടുകളാണ്. ഉടനെ വിശുദ്ധ എന്ത് ചെയ്തു? ഇത് കേട്ട വഴി പോയി അവളുടെ മുടി പൂർണ്ണമായിട്ടും മുറിച്ചു കളഞ്ഞു. ഇതുപോലെ അവളുടെ കരങ്ങൾ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, എന്തു ഭംഗിയാ അവളുടെ കരങ്ങൾ കാണാൻ, കൈകൾ കാണാൻ. ഉടനെ ഈ വിശുദ്ധ ഈ 2 കൈകളും ചുണ്ണാമ്പിൽ മുക്കി പൊള്ളിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധരെല്ലാം മറ്റുള്ളവർക്ക് പ്രലോഭനം ഇല്ലാതിരിക്കാൻ അവരുടെ ശരീരത്തെ പോലും ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഈശോ ബലം നേടിയത് എങ്ങനെയാണ്? ഉപവാസവും നോമ്പും പ്രാർത്ഥനയും വഴിയാണ് ഈശോ പ്രലോഭനങ്ങൾ അതിജീവിച്ചത്. അതോടൊപ്പം തന്നെ വചനാധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം. എന്നും ദൈവവചനം വായിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. സാധിക്കുന്ന സമയങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. സങ്കീർത്തനം 119 11-ാം തിരുവചനം പറയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുക. സങ്കീർത്തനം 119 11. പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനം സ്ഥിരമായിട്ട് നിങ്ങൾ വായിക്കണം. ബൈബിൾ വായിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഒത്തിരി നോമ്പെടുക്കുന്ന ശീലമുണ്ട്. പ്രധാനമായിട്ടും 5 നോമ്പുകളാണ് നമ്മൾ എടുക്കുന്നത്. നോമ്പെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാലുപേക്ഷിക്കും, മുട്ട ഉപേക്ഷിക്കും, മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കും.
ഉപവസിക്കുക എന്ന് പറഞ്ഞ എന്താ? ദൈവത്തോടൊപ്പമായിരിക്കുക, ദൈവത്തോട് കൂടെയായിരിക്കുക. ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുക എന്താണ് ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 5 നോമ്പുകളെക്കുറിച്ച് കൂടി നമ്മൾ പറയാം. 5 ആദ്യത്തെ നോമ്പ് എന്താ? ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 50 നോമ്പ്. ഏറ്റവും വലിയ നോമ്പ് 50 നോമ്പ്. രണ്ടാമത്തേത് ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പ്. മൂന്നാമത്തേത് ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ട് 11 ദിവസം മുമ്പ് എടുക്കുന്ന 3 നോമ്പ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15 നോമ്പ്. അവസാനത്തേത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പ്. ഈ നോമ്പൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തോടൊപ്പമായിരിക്കുക, ഉപവസിക്കുന്നത് ദൈവത്തോടൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടെ ആയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ്സുകളൊന്നുമില്ല, ഒക്കെ ഓൺലൈനിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സാധിക്കുന്ന ദിവസങ്ങൾ, വെള്ളിയാഴ്ചകൾ പ്രത്യേകിച്ച്, ഒരു നേരമൊക്കെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാനായിട്ട് സാധിക്കണം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ മാസാദ്യ വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ ഉപവസിക്കാനായിട്ടുള്ള ഒരു ശീലം വളർത്തിക്കൊണ്ടുവരണം. എല്ലാവരും ആദ്യ കുർബാന ശീലം കഴിഞ്ഞ കുട്ടികളല്ലേ? അപ്പോൾ നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കാൻ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. കേട്ടോ മക്കളെ, ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു A4 ഷീറ്റോ ഒരു ചാർട്ട് പേപ്പറോ എടുത്തിട്ട് അതിൽ മനോഹരമായിട്ട് വലുതാക്കി ഒരു വചനം എഴുതി വെക്കണം. സങ്കീർത്തനം 119:11. വചനം ഇതാണ്: ദൈവമേ, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനായി അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മനോഹരമായിട്ട് എഴുതിയ ഈ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ് വീട്ടിലെല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് ഭംഗിയായിട്ട് പതിച്ചു വയ്ക്കുക. എന്നും ഈ വചനം എല്ലാവരും കാണണം, വീട്ടിലെല്ലാവരും കാണണം. മക്കളെ, അതോടൊപ്പം തന്നെ എന്നും ബൈബിൾ വായിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അങ്ങനെയാണ് നമ്മൾ പിശാചിനെ തകർക്കണം. എങ്ങനെയാ? ദൈവവചനം കൊണ്ട്. തിരുവചനം പറയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങളിൽ വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണം. ഇന്നത്തോടെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.